ഇപ്പോൾ സണ്ണി ജോസഫിന്റെ പ്രതികരണം കൂടി കേൾക്കാം. ഒരഭിപ്രായ വ്യത്യാസം ആർക്കും ഇല്ല. എല്ലാവരും പറഞ്ഞത് ഒരേ കാര്യം തന്നെയാണ്. UDF സ്ഥാനാർത്ഥിയുടെ വിജയത്തിനാവശ്യമായ ചർച്ചകളും പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. അതിലെല്ലാവരുടെയും സഹായം സംഘടനാപരമായും രാഷ്ട്രീയമായും സ്വീകരിക്കും. ആ കാര്യത്തിൽ സംശയമില്ല. അതിൻ്റെ രാഷ്ട്രീയ നടപടികളുമായിട്ട് തന്നെ UDF നേതൃത്വം ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകും. അതിന് കോൺഗ്രസ് നേതൃത്വം നൽകും. അതിൽ പറഞ്ഞതിൽ ഒരഭിപ്രായ വ്യത്യാസമില്ല. നിങ്ങൾ പലപ്പോഴും മാധ്യമങ്ങൾ പറയുന്നതിനെ നിങ്ങൾ വ്യാഖ്യാനിക്കുന്നതാണ്. സെന്റൻസുകൾ എടുത്ത് പറഞ്ഞാൽ, ഞാനിപ്പോൾ അതിന് സമയമില്ല, മീറ്റിങ്ങിന് വന്നാൽ ആ സെന്റൻസ് എടുത്ത് വിശദീകരിച്ചാൽ എല്ലാം ഈക്വൽ ആണ്. എല്ലാ സെന്റൻസുകളും തുല്യമാണ്. നിങ്ങൾക്ക് ഇന്റർപ്രിട്ടേഷൻ പല രൂപത്തിലാക്കാം. ദാറ്റ് ഈസ് ഓൾ. അതുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടാണ്. UDFന്റെ വൻ ഭൂരിപക്ഷത്തിലുള്ള വിജയത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളും നടപടികളുമായിട്ട് ഞങ്ങൾ വളരെ യോജിച്ച് മുന്നോട്ട് എസ് രാഗൻ ചേരുകയാണ്. രാഗൻ, പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ അവിടെ കെ സുധാകരൻ്റെ ഒടുവിലത്തെ പ്രതികരണം, അതിനുശേഷം കെ മുരളീധരൻ്റെയും ചെന്നിത്തലയുടെയൊക്കെ തന്നെ പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ ഒരു സമമായ സാധ്യതകൾ തുറന്നിടുന്നു. എന്തുകൊണ്ടാണ് ഇതിന് പിന്നാലെ പുതിയൊരു ബൈറ്റ് കൂടി പ്രതിപക്ഷ നേതാവ് നൽകുമ്പോൾ അദ്ദേഹം ക്ഷുഭിതനാകുന്നത്, മാധ്യമങ്ങളുടെ മുകളിലേക്ക് പഴിചാരുന്നത്? രാഗൻ, കെ സുധാകരന്റെ വാക്കുകളൊക്കെ തന്നെ നമ്മൾ കേട്ടിരുന്നതാണ്. അതിൽ വളരെ കൃത്യമായി അൻവറിനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. അൻവറിന് നിലമ്പൂരിൽ ശക്തിയുണ്ട്, ആ ശക്തിയിൽ വോട്ടുകളുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പിന് മുൻപ് ഈ UDF പ്രവേശനം വേണം എന്ന നിലപാടാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. വളരെ സ്പഷ്ടമായി തന്നെയാണ് മുൻ KPCC അധ്യക്ഷനായിട്ടുള്ള കെ സുധാകരൻ പറഞ്ഞത്. VD സതീശന്റെ നിലപാടുകൾക്കെതിരെയായിരുന്നു അദ്ദേഹത്തിന്റെ പല വാചകങ്ങളും. ഇതേക്കുറിച്ചാണ് നമ്മൾ ചോദിച്ചത്. ഇതേക്കുറിച്ച് ചോദിക്കുമ്പോൾ മാധ്യമങ്ങൾക്ക് നേരെയാണ് VD സതീശൻ പ്രതികരണം നടത്തുന്നത്. അതായത് കെ സുധാകരന്റെ വാക്കുകൾ വളച്ചൊടിക്കുകയാണ് ചെയ്തത്. കെ സുധാകരൻ ഒറ്റപ്പെടുകയാണല്ലോ, VD സതീശൻ ഒറ്റപ്പെടുകയാണല്ലോ എന്ന കാര്യം ചോദിച്ചപ്പോൾ VD സതീശൻ ഒറ്റക്കെടുത്ത തീരുമാനമല്ല എന്ന് പറഞ്ഞ് ആ രീതിയിൽ പറഞ്ഞ കാര്യത്തെ വളച്ചൊടിക്കുകയാണ് മാധ്യമങ്ങൾ ചെയ്തത്. ഇത് നാണം കെട്ട മാധ്യമ പ്രവർത്തകനമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ വളരെ സ്പഷ്ടമാണ് സുധാകരന്റെ വാക്കുകൾ. അതായത് കോൺഗ്രസിലെ ഭിന്നതകൾ ഉണ്ട് എന്നത് വളരെ വ്യക്തമാണ്. അതിന്റെ പേരിൽ മാധ്യമങ്ങൾക്ക് നേരെ കുതിര കയറിയിട്ട് എന്താണ് കാര്യം എന്നതാണ് ഇവിടെ ഏറ്റവും പ്രധാനമായും എടുത്തു ചോദിക്കേണ്ട ഒരു ചോദ്യം. മാത്രമല്ല, ഇതിൽ KC വേണുഗോപാലിന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. അതും അൻവറിനെ തള്ളാത്ത പ്രതികരണമാണ്. ഇന്നലെ VD സതീശൻ പറഞ്ഞത് താൻ ഇന്നലെ പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നതാണ്. ബോള് അൻവറിന്റെ കോർട്ടിലാണ്, അൻവർ തീരുമാനമെടുക്കട്ടെ എന്നതായിരുന്നു VD സതീശന്റെ നിലപാട്. എന്തായാലും അൻവർ വിഷയത്തിൽ കോൺഗ്രസിനകത്ത് ഭിന്നതകളുണ്ട് എന്നത് വളരെ വ്യക്തമാണ്. മാത്രമല്ല, നേരത്തെ KC വേണുഗോപാൽ പറഞ്ഞൊരു കാര്യം, ഇതിൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ടോ എന്നടക്കം പരിശോധിക്കണം, അല്ലെങ്കിൽ പരിശോധിക്കും, പ്രശ്നം പരിഹരിക്കപ്പെടും എന്ന് പറയുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് എവിടെയൊക്കെയോ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് കോൺഗ്രസ് നേതാക്കൾ തന്റെ പ്രതികരണങ്ങൾ തന്നെ വായിച്ചെടുക്കാൻ കഴിയുന്ന രീതിയിലാണ് പല പ്രതികരണങ്ങളും വരുന്നത്. ഇതോടൊപ്പം തന്നെ ഒരു പടി കൂടി കടന്ന് വ്യാഖ്യാനിക്കേണ്ടി വരും. അതായത് ഈ അൻവറിനെ ചാരി കോൺഗ്രസിനകത്തുള്ള ഗ്രൂപ്പിസം, അത് അൻവറിനെ ചാരി പുറത്തേക്ക് കൂടുതലായി വരുന്നു എന്നതാണ്. നേരത്തെ KPCC അധ്യക്ഷന്റെ മാറ്റവുമായി ബന്ധപ്പെട്ട് സുധാകരൻ വ്യത്യസ്തമായി നിലപാടെടുത്തിരുന്നു, സതീശനെതിരെ അടക്കം നിലപാടെടുത്തിരുന്നു. അപ്പോൾ ഈ അൻവർ വിഷയം കൂടി വരുമ്പോൾ അതിൽ കൂടുതൽ ഊർജ്ജത്തോടുകൂടി നേതാക്കൾ പ്രതിപക്ഷ നേതാവിനെതിരെയും അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിന്റെ വിഭാഗം അവർക്കെതിരെയും ഒക്കെ സംസാരിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇപ്പോൾ VD സതീശൻ ഇതിന്റെ കുറ്റം, അല്ലെങ്കിൽ ഇത് ഉണ്ടായത് മാധ്യമങ്ങളാണ് എന്ന് പറയുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ വാക്കുകൾ വളരെ സ്പഷ്ടമാണ്. എന്തായാലും സൂചിപ്പിച്ചതുപോലെ തന്നെ VD സതീശനെ സംബന്ധിച്ചോളം അദ്ദേഹം ഏകദേശം ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് കോൺഗ്രസിൽ എത്തുന്നു. കാരണം തന്റെ നിലപാടുകൾ ഒരു സമവായ സാധ്യത മുതിർന്ന നേതാക്കൾ, മുൻ KPCC അധ്യക്ഷൻ എന്തായാലും VD സതീശനെ ഉന്നമിട്ടുള്ള വാക്കുകളായിരിക്കും അദ്ദേഹം പറഞ്ഞിരിക്കുകയെങ്കിലും അത് കോൺഗ്രസിനെ സംബന്ധിച്ചോളം കാര്യങ്ങൾ ഒക്കെങ്കിലും പരിഹരിക്കപ്പെട്ടെ എന്നൊരവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ക്ഷുഭിതനായിട്ടുള്ള ഒരു പ്രതികരണം വരുന്നത്.